നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ നൽകിയതായി വനം വകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ നഷ്ടപരിഹാര തുക നൽകും. പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി VS ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ ലാഘവത്തോടെ കാണരുതെന്നും P. അബ്ദുൽ ഹമീദ് MLA യോഗത്തിൽ പറഞ്ഞു. വനമേഖലയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ സുരക്ഷാ വേലി ശക്തമാക്കണമെന്നും MLA പറഞ്ഞു. കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും 18 കിലോമീറ്റർ സുരക്ഷാ വേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയടക്കാൻ 3.5 വർഷമായിട്ടും സാധിച്ചില്ലെന്നും ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട് പരിഹാരം കാണണമെന്നും P. നന്ദകുമാർ MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ പറഞ്ഞു. പൊന്നാനിയിൽ സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സാങ്കേതിക അനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് ചീഫ് എഞ്ചിനീയർ പരിശോധിച്ചു വരികയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കരടി പുഴയിലെ ചാമ്പക്കയം പമ്പ് ഹൌസിൽ നിന്ന് വിതരണം ചെയ്യുന്ന കുടിവെള്ളം കലങ്ങിയതും മാലിന്യമുള്ളതുമാണെന്ന പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് P. ഉബൈദുള്ള MLA യോഗത്തിൽ ആരാഞ്ഞു. പമ്പ് ഹൌസിന് സമീപം പ്രഷർ ഫിൽറ്റർ, ക്ലോറിനേഷൻ യൂണിറ്റ് എന്നിവ സ്ഥാപിച്ച് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുമെന്നും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൊണ്ടോട്ടി വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ കരാർ കൊടുത്തയാളെ മാറ്റിയിട്ടുണ്ടോ എന്നും പ്രവൃത്തി തുടരുന്നത് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും TV ഇബ്രാഹിം MLA യോഗത്തിൽ ആരാഞ്ഞു. കരാറിൽ അധിക ഇനമായി ഉൾപ്പെടുത്തിയ റേ കട്ടിങ്ങിന് അനുവദനീയമായത്തിൽ അധികം തുകയാണ് കരാറുകാരൻ ആവശ്യപ്പെട്ടത്. അതിനാൽ നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുവാനും പുതിയ ടെൻഡർ നടപടികളിലൂടെ ബാക്കി പ്രവൃത്തികൾ ചെയ്യുന്നത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷനായിരുന്നു. ADM NM മൊഹർ അലി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ്, ET മുഹമ്മദ് ബഷീർ MPയുടെ പ്രതിനിധി സലീം കുരുവമ്പലം, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു.